നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മുനക്കൽ ബീച്ചിലാണ്. നമ്മുടെ അഴീക്കോടുള്ള മുനക്കൽ ബീച്ച്, അഴീക്കോട് മുനക്കൽ ബീച്ച്, മുസ്രീസ് ബീച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലാ ബീച്ചൊക്കെ എന്നുള്ള അടിപൊളിയായിട്ട് ഇറങ്ങി കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ തിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയാമോ, നമ്മുടെ മുനിക്കൽ ബീച്ച് മുസ്രീസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അഴീക്കോട് ഒന്നാണ്, അഴീക്കോട് മുനിക്കൽ ബീച്ച്. ഇവിടെ കുറേ ബാർബെക് കിച്ചൺ, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് കാണിച്ചിട്ട്. ഇതാണ് ബാർബെക് കിച്ചൺ. എൻ്റെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാർക്കും കാര്യങ്ങളും. ഇത് ബസ് സ്റ്റാൻഡ് കയറിയിട്ട് പോകുന്നതാണ്. ഇതുണ്ട് ബാർബെക് കിച്ചൺ. അറിയില്ല, ഇതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുസ്രീസ് മുനിക്കൽ ബീച്ച് എന്ന് പറയുന്നത്. മുസ്രീസ് മുനിക്കൽ ബീച്ച് അഴീക്കോട് ഇവിടെയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. ഇഷ്ടംപോലെ റൈഡ് കാര്യങ്ങളൊക്കെ, സ്വന്തമായിട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിള്ളേർക്കൊന്നും കളിക്കാൻ പാകുന്ന ഇഷ്ടംപോലെ പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളുണ്ട്. ഉള്ളിലൊക്കെ നല്ല അടിപൊളി സെറ്റ്. അഴീക്കോടുള്ള മുനക്കൽ ബീച്ചാണ്, മുസ്രീസ് മുനക്കൽ ബീച്ച്. ഇഷ്ടംപോലെ നല്ല പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഇച്ചിരി വെയിലാറി കഴിയുമ്പോൾ നല്ല അടിപൊളിയാവും. ഇപ്പോൾ ബീച്ച് അവിടെയാണല്ലോ. ബീച്ചിലേക്കൊന്നും പോയിട്ടില്ല. അതായത് ബീച്ചിലേക്കും അതിൻ്റെ അങ്ങോട്ട് ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട്. ജസ്റ്റ് കാണിക്കാം. ഇവിടെ കുടിക്കാം. ബീച്ചിലേക്ക് പോണ ഇത് ഇങ്ങോട്ടാണ്, നേരെ അപ്പുറമാണ് ബീച്ച് വരുന്നത്. ബീച്ചാണെങ്കിൽ നന്നായിട്ട് പരന്ന് കിടക്കുവാണ്. ഇപ്പോൾ വൈകിട്ട് ആയിട്ടുള്ളൂ, ഒരു 4 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങണുള്ളൂ. കാരണം വെയിലുണ്ടല്ലോ, അത് കാരണം വെയിൽ ഇച്ചിരി ആറാൻ നിൽക്കും ആൾക്കാരൊക്കെ. ഇപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഞാൻ വൈകുന്നേരം പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചാൽ. ഇപ്പോൾ നല്ല അടിപൊളി ഒരു ബീച്ചാണിത്. നല്ല പൈമരത്തിൻ്റെയൊക്കെ ഇടയിലുള്ള നല്ല ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാൻ പോണേ കേട്ടോ. നമുക്ക് സ്വയം ഓടിക്കാവുന്നവർക്കൊക്കെ അവർ ഇൻസ്ട്രക്ഷൻസ് തരും. ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് നമുക്ക് അതേ രീതി തന്നെ ഓടിച്ചത്. കേടുപാടുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പൈസയ്ക്ക് ഈടാക്കും. നമ്മൾ കിടക്കേണ്ട ഒരു കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അവർ ഈടാക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് ഓടിക്കുക. പിന്നെ പിള്ളേരെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ പിള്ളേർ ഓടിക്കണം, സ്ത്രീകളൊക്കെ ഓടിക്കുമ്പോൾ അവരോട് കയറി നിന്നിട്ടാണ് ഓടിക്കുള്ളൂ. കാരണം വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഇടങ്ങാറാണല്ലോ. അതുകൊണ്ട് അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളവരെ അവർ ഒറ്റയ്ക്ക് വിടും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, തന്നെ ഓടിക്കുക. അപ്പോൾ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നന്നാക്കി കൊടുക്കാൻ തയ്യാറായിരിക്കണം മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ പൊന്നുകുട്ടിയോടും കൂടി ഞങ്ങളൊരു റൗണ്ട് കിട്ടുന്നതിന് 100 രൂപയാണ്. നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചു നോക്കാനൊക്കെ പറ്റും. അവർ ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്, ആ ട്രാക്കിൽ കൂടെ മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ സ്ഥലത്തെ ടൈലേക്കടെ മുകളിൽ കൂടെ ഒന്നും കയറ്റി ഓടിക്കാനൊന്നും പറ്റില്ല. അവർ ഒരു ഫുൾ റൗണ്ട് ഒരു ട്രാക്ക്, അതൊരു ഫുള്ള് 100-200 മീറ്റർ, 100 മീറ്ററാണെന്ന് എനിക്ക് 100-200 മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അത്രയും നമുക്ക് ഓടിക്കാം. അതിന് 100 രൂപ. ഏതായാലും ഞാനും പൊന്നുകുട്ടിയോടും കൂടി നല്ല സെറ്റായിട്ട് പോയി ഓടിച്ചിട്ട് പോകുന്നുണ്ട്. അടിപൊളി ആയിരുന്നു. എന്നാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഓടിക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു ഇതൊക്കെ കിട്ടി. എന്തായാലും വൈഫ് പിന്നെ വീഡിയോ പിടിക്കാനായിട്ട് ഏൽപ്പിച്ച കാരണമുണ്ട് വൈഫ് വീഡിയോ പിടിക്കാനായിട്ട് നിൽക്കും ചെയ്തു. അതാണ് ഞങ്ങൾ തീരെ പതുക്കെ ഓടിക്കുക. പൊന്നുകുട്ടീനെ കൊണ്ട് ഞാൻ ഓടിപ്പിക്കുക. പൊന്നുകുട്ടീനെ കൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഞാനും മുന്നോട്ടോടും കൂടി ഓടിച്ച് പോരുക. ഇവിടെ ഞങ്ങളിപ്പോഴും എത്തിയിട്ടില്ല. ഞങ്ങൾ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക ഫുൾ സെറ്റായിട്ട്. അതാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും പൊന്നുകുട്ടിക്ക് എന്നേക്കാൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അടിച്ച് പൊളിച്ച് വണ്ടി ഓടിച്ച്. എന്തായാലും നിങ്ങൾ പോകുമ്പോൾ വണ്ടി ഓടിച്ച് നോക്കട്ടോ. 100 രൂപയ്ക്ക് നമുക്ക് മുതലാവുന്ന രീതിയിൽ അടിപൊളിയാണ്. നല്ല സെറ്റായിട്ട് ഓടിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങളെല്ലാവരും അവിടെ പോകുമ്പോൾ 100 രൂപ കൊടുത്ത് വണ്ടി കയറി ഓടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അടിപൊളി. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും മണലാരണ്യങ്ങളിലൂടെ ഓടിക്കുന്ന വണ്ടിയാണ്. എന്തായാലും സെറ്റായിട്ടുണ്ട്. ഓക്കേ. വിക്രമില്ലാത്തോണ്ടായിരിക്കും. അടിപൊളിയാണ്.
അടിപൊളിയാണോ ഷാന? അടിപൊളിയാണോ? അമ്മേ അമ്മേ എന്റെ പേടിയാവുണ്ടോ? മുറുക്ക പിടിച്ചോ. പേടിച്ചിരിക്കുക. പേടിക്കണ്ട, പേടിയാണ്ടോ? നിർത്താൻ മതിയാക്കില്ല, നിർത്തിക്കോ. അവള് പേടിച്ചു പോയി. അമ്മേ അണ്ടാ, വാ ഇങ്ങോട്ട് വാ പൊന്നി, ഇങ്ങോട്ട് വാ പൊന്നി. ഇതിലെ വാ, അടിപൊളിയായിട്ട് വാ. വാ ഇരിക്ക, വാ പോട്ടെ. വാവ്, സൂപ്പർ. നമ്മളൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇറങ്ങിപ്പോ. പേടിക്കണ്ടെന്നേ, അവിടേക്ക് വണ്ടി കയറണമല്ലോ ആൾക്കാർ. അതിനെന്നാ നോക്കാം. എന്തേ വണ്ടി കയറി ഇതിലല്ലേ ജീപ്പ് കയറി പോണേ. എന്നാ നോക്കാം. ഞാന് 2 വീഡിയോ എടുക്കട്ടെങ്കിലേ. നമ്മളിവിടെ തിരിച്ചോണ്ട് പോവാ. നമ്മളെ തിരിച്ചോണ്ട് പോവാ. അവിടെ തിരിക്കുവാനേ നമ്മളോട് കറക്കൊണ്ട് പോവാ. അപ്പൊ നമ്മൾ പോവാ. ഇതാണ് നമ്മുടെ അഴീക്കോട് മുണക്കൽ ബീച്ച് കേട്ടോ. അപ്പൊ നമ്മൾ ബീച്ച് കാണിക്കാനായിട്ട് എങ്കിലും ഒന്നാണ്. അപ്പൊ നമ്മൾ തിരിച്ച് ഇതിവിടെ കറങ്ങി പോവുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഇതിവിടെ നമ്മള് കറക്കിയെടുക്കണം, കറക്കി. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മുനമ്പം ബീച്ച്, അല്ല മുണക്കൽ ബീച്ച്. നമ്മുടെ അഴീക്കോട്, അഴീക്കലല്ല അഴീക്കോട്. കൊണ്ടിട്ട് അതല്ല ഈ കടയിലേക്ക് എടുത്താണ്. അഖിൽ ഇത്ര പേടിക്കില്ലെങ്കില് ആരും അഖിൽ ഒന്നും ചെയ്യില്ല. നിൽക്കട്ടെ, 1 മിനിറ്റ് കൊണ്ട് അതിലെ കരക്കെടുത്തൊന്നും പോകണേ ഫോട്ടോ എന്ന് നടത്താം. അപ്പൊ ഇതാണ് നമ്മുടെ അഴീക്കോട് മുണക്കൽ ബീച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഷ്ടം പോലെ വിസ്താരത്തിൽ നമുക്ക് നീണ്ടു കിടക്കുകയാണ്. അടിപൊളിയായിട്ട് കണ്ടോ, സൂചിയുമ്പോൾ കാണാൻ പറ്റും. എന്താ ഞാൻ നിലത്തിൽ ഇറങ്ങുന്നത്. ഇങ്ങനെ പോയി നമുക്ക് പിന്നെ ഇവിടെ സൈഡിൽ തന്നെ ചേർന്ന് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫിഷ് ബോട്ടാണെന്ന് തോന്നുന്നു മൊത്തം. അല്ല, ആളൊക്കെ ബോട്ട് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അപ്പർ സൈഡിലേക്ക് കാണുന്ന ബീച്ചുണ്ടല്ലോ, അത് മുനമ്പം ബീച്ചാണെന്ന് തോന്നണേ. കാരണം നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മുനമ്പം ബീച്ചിലേക്ക് ഭാഗത്തേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കിലോമീറ്റർ 6 കിലോമീറ്ററിൻ്റെ ഇതാണ് നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മുനമ്പം ബീച്ച് ആവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ബീച്ചിൽ ഇറങ്ങി പോകുന്ന വഴിയാണ് മുനക്കൽ ബീച്ച്, അഴീക്കോടാണ്. നമ്മൾ വന്ന് കയറി പോവാണ്. ഇവിടെ വണ്ടി വട്ടമറ്റാണ് കാരണം പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കും പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും പെരുമ്പാവൂർ തന്നെ വന്ന് ചാടിയിരിക്കുകയാണ്. മലബാർ വില്ലേജ് കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയാണ് കേട്ടോ. ഫുഡും കഴിച്ചിട്ട് പോകാം.
ഞാൻ കഴിച്ചോളാം. ഞാൻ അതിൻ്റെ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇതേ അങ്ങനെ മലബാർ വില്ലേജിലേക്ക് കയറി ഫുഡായി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കയറിയിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീച്ച് ട്രിപ്പായിരുന്നു. ബീച്ച് ട്രിപ്പ് കുഴപ്പമില്ലായിരുന്നു. അവിടെ ബീച്ചിൽ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു പ്ലേ ഗ്രൗണ്ടിൽ കയറി കളിക്കുകയൊക്കെ ചെയ്തു. അത് തന്നെ നമ്മളവിടെ ബൈക്ക് റൈഡൊക്കെ നടത്തി കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളാണ് മുനിക്കൽ ബീച്ച്. എന്തായാലും പോയി കാണുക. അടിപൊളി ബീച്ചാണ്, സൂപ്പർ. കൊടുങ്ങല്ലൂരുള്ള സൂപ്പർ ബീച്ചാണ് കേട്ടോ മുനിക്കൽ, നമ്മുടെ അഴീക്കോടുള്ള മുനിക്കൽ ബീച്ച്. ഓക്കെ, മറക്കണ്ട, മുസിരീസ് മുനിക്കൽ ബീച്ച്. ഓക്കെ, ബൈ, സി യു. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.